മിസ്റ്റർ രാജു ആണോ സംസാരിക്കുന്നത്? താങ്കൾ ആരാണ് സംസാരിക്കുന്നത്? സർ, ഞാൻ XYZ കമ്പനിയിലെ ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. താങ്കളുടെ അപേക്ഷ പ്രകാരം താങ്കളെ ഞങ്ങളുടെ കമ്പനിയിലെ മാനേജറായി സെലക്ട് ചെയ്തിരിക്കുന്നു. അതെയോ? എന്നെ സെലക്ട് ചെയ്തതിന് നന്ദി. താങ്കളുടെ ക്വാളിഫിക്കേഷൻ ആണ് ഈ ജോലി കിട്ടാൻ കാരണം. ഓക്കെ, അത് കൊള്ളാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒന്നുമില്ല, ഓഫീസ് ലാപ്ടോപ്പിന്റെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി 5000 രൂപയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. ഇതൊരു വർക്ക് ഫ്രം ഹോം ജോബ് ആയതിനാൽ താങ്കൾക്കൊരു ലാപ്ടോപ്പ് കൊറിയർ ചെയ്യാം. ഞാൻ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അടച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാമോ? താങ്ക് യു സർ. ഞാൻ ജോയിനിങ് ലെറ്ററും ലാപ്ടോപ്പും താങ്കളുടെ അഡ്രസ്സിലേക്ക് ഉടനെ അയക്കാം. പേയ്മെന്റ് അടച്ചിട്ട് ഒരാഴ്ചയായല്ലോ, എന്നാലൊന്ന് വിളിച്ചു നോക്കാം. അയ്യോ, ഞാൻ ചതിക്കപ്പെട്ടു. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാനായി അറിയാത്ത ആളെ ഞാൻ വിശ്വസിച്ചു. അറിഞ്ഞിരിക്കണം, വ്യാജ ജോബ് ഓഫറുകളെ സൂക്ഷിക്കുക. ചെയ്യേണ്ടവ: ഒരു കമ്പനിക്കോ റിക്രൂട്ട്മെന്റ് ഏജൻസിക്കോ പണം നൽകും മുൻപ് സത്യാവസ്ഥ പരിശോധിക്കുക. ആളുകളെ ജോലിക്കെടുക്കാൻ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പൊതുവിൽ പണം ഈടാക്കാറില്ല. ഈ സംഭവം അടുത്തുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും cybercrime.gov.in നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും അറിയിക്കൂ. ചെയ്യരുതാത്തവ: ജോലി ലഭിക്കും മുൻപ് ആർക്കും പണം കൊടുക്കരുത്. നിയമാനുസൃതമായ കമ്പനികൾ അർഹതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ജോലിക്കായി പേയ്മെന്റ് വാങ്ങാറില്ല.